നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കുചേരുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിലെ, അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിലെ മുൻ കൗൺസിൽ മെമ്പറും സഭയുടെ എല്ലാ പ്രോഗ്രാമിലും സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന അജിത് വട്ടശ്ശേരിൽ. അജിത് വട്ടശ്ശേരിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, വട്ടശ്ശേരി തിരുമേനിയുടെ അനുജൻ്റെ ഗ്രാൻഡ് സണ്ണാണ് അല്ലേ? ഗ്രേറ്റ് ഗ്രാൻഡ് സണ്ണാണ്. അപ്പോൾ വട്ടശ്ശേരി തിരുമേനിയുടെ കുടുംബത്തിലെ ഒരാൾ കൂടിയാണ് അജിത് വട്ടശ്ശേരി. വട്ടശ്ശേരിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ തോന്നുന്നതല്ല, അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പം അജിത്തുമായിട്ട് ഈ വർത്തമാനത്തിൽ ഇരിക്കാൻ കാരണം, അമേരിക്കയിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ ഫാമിലി കോൺഫറൻസ് നടക്കുക. കഴിഞ്ഞ 3 ദിവസമായിട്ട് ആ ഒരു കോൺഫറൻസിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ചുക്കാൻ പിടിക്കുന്നത് ചുരുക്കം ചില വ്യക്തിത്വങ്ങളാണ്. ആ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അജിത് വട്ടശ്ശേരി. അതിൻ്റെ ഇപ്രാവശ്യത്തെ എൻ്റെ കോർഡിനേറ്റർ നമ്മുടെ അലക്സ് ജോയി അച്ഛൻ. അതുപോലെ തന്നെ തുമ്പേര് സജി താമരവേലിൽ ജെയ്സൺ സെക്രട്ടറി. പിന്നെ കാപ്പില് ഡയസഷൻ കൗൺസിൽ മെമ്പർ, മീഡിയയുടെ ചുമതല. പിന്നെ തുമ്പയിലും അത് തന്നെ, മീഡിയ. അപ്പം അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ വളരെ മനോഹരമായ ഒരു ഫാമിലി കോൺഫറൻസാണ്. നമ്മൾ പല കോൺഫറൻസുകളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വളരെ അടുക്കും ചിട്ടയോടുകൂടി 3 ദിവസം ഡേ ആൻഡ് നൈറ്റ് ഇവിടെ തന്നെ താമസിച്ച് ആ ഒരു ആത്മീയ അന്തരീക്ഷം, നമുക്കത് പറഞ്ഞ് അറിയിക്കുന്നതിനേക്കാളും അത് അനുഭവിച്ചറിയണം. നല്ലൊരു കോൺഫറൻസാണ്. എനിക്കതൊരു നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുമ്പോഴും അജിത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട്. ഈ ഭദ്രാസനത്തിൻ്റെ അജിത്ത് ഇവിടെ വന്നിട്ട് എത്ര ഞാൻ 1992 ഏകദേശം 40 വർഷം, 38 വർഷമായി, 40 വർഷത്തോടെ അടുക്കുന്നു. അപ്പോൾ ഈ വരുന്ന സമയത്ത് നമ്മുടെ സഭയും ഭദ്രാസനവും ഒക്കെ ആയിട്ടും പള്ളിയായിട്ടും ഒക്കെ വളരെ, ഞാൻ എൻ്റെ കഥ പറയുകയാണെങ്കിൽ 12ാമത്തെ വയസ്സിൽ യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അതായത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ മാതൃദേവാലയമായ മല്ലപ്പള്ളി സെന്റ് ജോൺസ് വലിയ പള്ളി ആണ് എൻ്റെ സഭയുടെ പ്രവർത്തനം തുടങ്ങുന്നത്. നിങ്ങൾ ആ പള്ളിക്കാർ തന്നെ? അതെ, ആ പള്ളി തന്നെ, ഇടവക്കാരൻ. പിന്നീട് എനിക്കൊരു 5 ഭദ്രാസനങ്ങളിലായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. കാരണം വിദ്യാഭ്യാസം സംബന്ധിച്ച് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മദ്രാസിലും ഇങ്ങനെയൊക്കെ പോയി. പിന്നീട് അതായത് കോട്ടയം ഭദ്രാസനത്തിൽ കുറച്ച് നാളുണ്ടായിരുന്നു, മദ്രാസിൽ ഉണ്ടായിരുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് വന്നത് 92. അന്ന് മുതലേ വളരെ സജീവമായിട്ടുണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ട്. ഈ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊരു അനുഭവമുണ്ട് നിങ്ങളുടെ ഇവിടുത്തെ പള്ളിപ്പണിയായിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മുടെ പ്രേക്ഷകർക്ക് അവർക്ക് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നും എങ്കിൽ പോലും അതൊന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം. അതെ, അത് ഇന്നും അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ഈ ബെന്നി പറഞ്ഞ അനുഭവം. കാരണം നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് കൃപാകടാക്ഷം എന്നൊക്കെ, ജീവിതത്തിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പദമാണ്. എന്നാൽ അത് ഒന്ന് നേരിട്ട് അനുഭവിച്ചറിയാൻ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഞാനത് ചുരുക്കമായിട്ട് പറയാം. ഞാൻ ന്യൂയോർക്കിലെ ഓറഞ്ച് സെന്റ് ജോൺസ് ഇടവകയിലെ അംഗമാണ്. ഞങ്ങൾ ഒരു 2012 തൊട്ട് ഞങ്ങൾ പള്ളിയുടെ പണി തുടങ്ങി. ആ സമയത്ത് ഈ പള്ളിയുടെ പ്രത്യേകത, ഇത് കോൺട്രാക്ടേഴ്സ് അല്ല ഇത് പണിതിരിക്കുന്നത്. ഞങ്ങൾ ഇടവക ജനങ്ങൾ തന്നെ
പല ഷിഫ്റ്റിലായിട്ടാണ് പണിതത്. അത് തന്നെ അന്ന് 5 വയസ്സ് മുതലുള്ള കുട്ടികൾ വരെ അതിനകത്ത് വളരെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ചെറിയ പണികൾ ഞങ്ങൾ കൊടുക്കും. പിന്നീട് ജോലി കഴിഞ്ഞ് വരുന്ന അനുസരിച്ച് ഓരോ ഷിഫ്റ്റിലും ആൾക്കാരിങ്ങനെ പണിയും. 2-3 പേർക്ക് ഇത് പണിയെപ്പറ്റി വ്യക്തമായ ധാരണയും അറിവും ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളൊക്കെ ബാക്കിയുള്ളവർ അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ അവരോടൊപ്പം സഹകരിച്ച് അങ്ങനെയാണ് പണിതത്. ഏതാണ്ട് 20,703 മണിക്കൂറാണ് ഞങ്ങളുടെ മാൻ പവർ ടോട്ടൽ ഞങ്ങൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു സ്റ്റേജിൽ വന്നപ്പോൾ ഞങ്ങളുടെ കംപ്ലീറ്റ് ഫൈനാൻസ് തീർന്നു പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2000 പൗണ്ട് വെച്ചുള്ള 8 പില്ലർ ഇറക്കണമായിരുന്നു. അന്ന് ക്രെയിൻ കൊണ്ടുവരണമെങ്കിൽ $1000 കൊടുക്കണമായിരുന്നു. അത് ഞങ്ങളുടെ ഇല്ലാതായിപ്പോയൊരു അവസ്ഥയാണ്. അത് ഞങ്ങൾ തരണം ചെയ്ത് നമ്മുടെ നാട്ടിലെ ഈ മാപ്പിളക്കലാസിമാരുടെ ട്രിക്കൊക്കെ ഉപയോഗിച്ച്, അതായത് ഫോർക്ക്ലിറ്റ് ഉപയോഗിച്ച് ചുറ്റുപാടുമുള്ള മരങ്ങളിലൊക്കെ ആൾക്കാരെ വടം കെട്ടി കയറ്റിയിരുത്തി വലിച്ചു ഉറുക്കി ഒക്കെയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പം മുന്നോട്ട് പോകാൻ വയ്യാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛൻ, അതായത് ഇപ്പോഴത്തെ ഈ ഭദ്രാസന സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ വറീസ് ഡാനിയൽ അച്ഛൻ ആണ് അന്ന് ഞങ്ങളുടെ വികാരി. അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു, എനിക്ക് നിങ്ങളോട് പണം ചോദിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങളൊക്കെ നിങ്ങളുടെ കഴിവും അതിനപ്പുറവും നിങ്ങളിതിന് സംഭാവന ചെയ്തിട്ടുണ്ടെന്നുള്ള എനിക്കറിയാം. പക്ഷെ നമ്മുടെ ഒരു സ്ഥിതി വളരെ മോശമാണ് മുന്നോട്ട് പോകാൻ. കാരണം ഇത് വലിയ ചിലവുള്ള ഒരു പദ്ധതിയാണ്. ചിലവ് കുറയ്ക്കാനാണ് ഞങ്ങൾ തന്നെത്താനെ പണിത്. ഇങ്ങനെ ഒരു പള്ളി ഈ ഭദ്രാസനത്തിൽ ആരും പണിതിട്ടില്ല, പണിയാൻ ഒക്കുകയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അച്ഛൻ ഇത് അനൗൺസ് ചെയ്തപ്പോൾ എൻ്റെ മകളും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ പേര് ആഷ്ലി ജോസഫ് എന്നാണ്. 10 വയസ്സേ ഉള്ളൂ അന്ന്. ഇവള് ഇത് കേട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് എന്നോട് പറയുന്നത്, ഡാഡ്, ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസ മുഴുവൻ പള്ളിക്ക് കൊടുത്തേര്. കാരണം അതെന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ വെള്ളത്തിന്റെ ബോട്ടിൽ അതിനകത്ത് ഈ ചില്ലറകൾ ഇങ്ങനെ ഇട്ട് സൂക്ഷിച്ചു വെക്കും. ഞാൻ കടയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ചില്ലറയെല്ലാം സേവ് ചെയ്ത് അത് സൂക്ഷിച്ചു വെച്ച്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ 10 വയസ്സുള്ള കുട്ടിയുടെ ഒരു അറിവാണ്, ഒരു ചിന്തയാണെന്ന് വിചാരിക്കണം. നമ്മൾ പണ്ട് നമ്മുടെ വീടുകളിൽ വഞ്ചി, അത് തന്നെ വഞ്ചി. അപ്പോൾ കോളേജിൽ പോകുമ്പോൾ അതിലേക്കുള്ള ഒരു ഫണ്ട് സ്വരുക്കൂട്ടുകയാണ്. കാരണം ഇവിടെ കോളേജൊക്കെ വളരെ എക്സ്പെൻസീവ് ആണല്ലോ. അപ്പനെയും എന്നെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായിട്ടൊരു ഫണ്ട്. അപ്പോൾ അവൾ വിചാരിക്കുന്നത് അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കോളേജിലേക്കുള്ള പഠനം കുറച്ചുകൂടെ ഈസി ആയിരിക്കും, അതിൻ്റെ ഫീസും കാര്യങ്ങളും. ഞാനത് ആ ബോട്ടിലൊന്ന് അനക്കാൻ നോക്കിയപ്പോഴാണ് അതിൻ്റെ കനം എനിക്ക് മനസ്സിലായത്. അതുവരെ ഞാനത് നോക്കിയിട്ടില്ല. സത്യത്തിൽ എന്നെ കൊണ്ട് അത് മാറ്റി വെക്കാൻ പറ്റത്തില്ല എന്നുള്ള മനസ്സിലാക്കി ഞാൻ പള്ളിയിലുള്ള ഞങ്ങളുടെ ആൾക്കാരോട് വിളിച്ചു പറഞ്ഞു. അവരൊരു 5-6 പേര് വന്നു. അവരും വിചാരിച്ചു ഇത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ മനസ്സിലായി ശരീരത്തിന് തട്ടുകേട് കിട്ടുമെന്നുള്ളത്. എല്ലാവരും കൂടുതലും മുഴുവൻ കാട്ടറുകളാണ്. അത് കാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 25 പൈസയ്ക്ക് വലിയതായിട്ടുള്ള $0.25. അപ്പോ അങ്ങനെ എല്ലാവരും കൂടി അത് പള്ളിയിൽ കൊണ്ടുവന്നു. ഇതെല്ലാം പൊട്ടിച്ച് നോക്കി വേണ്ട $1,100 അതിനകത്തുണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾക്ക് അതൊരു വലിയൊരു തുക തന്നെയായിരുന്നു. അതിന് അങ്ങനെ അത് പള്ളിയിൽ അത് ഡൊണേഷൻ കൊടുത്തു. അതോടുകൂടി നമ്മൾ പിന്നെ കാര്യം അങ്ങ് മറക്കുക. എന്നാൽ നമ്മൾ ഇത് പിന്നീട് ഓർക്കാനുണ്ടായ ഒരു സംഭവം, മകള് വളർന്നു, ഹൈസ്കൂള് ഗ്രാജുവേറ്റ് ചെയ്തു. ഞങ്ങൾ പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലും ഒക്കെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഒരു കോളേജിലെ ഒരു വർഷം എന്ന് പറയുന്നത് $40,000-50,000 ഇവിടെ ചിലവുണ്ട്.
അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം അപ്പം ഇങ്ങനെ പലയിടത്തു നിന്നും ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വിളിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക. ഒരു ദിവസം രാവിലെ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കോളേജുകളിൽ നിന്നുള്ള ഫോൺ കോളുകൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഞാൻ എടുത്തു. അവർ ചോദിച്ചു, ഇത് ആഷ്ലിയുടെ പേരൻസ് ആണോ? അപ്പം നമ്മൾ കോളേജിൽ നിന്നുള്ള വിളിയാണെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിത് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു അതെ. ഇവർ പറയുന്നത് ഓ കൺഗ്രാജുലേഷൻസ്. അപ്പം ഞാൻ വിചാരിച്ചു കോളേജിൽ അഡ്മിഷന് നമ്മൾ അപ്ലൈ ചെയ്തതിന് എന്ത് കൺഗ്രാജുലേഷൻ, അതോ നീ അഡ്മിഷൻ കിട്ടിയതിന് കൺഗ്രാജുലേഷൻ പറയുകയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ താങ്ക് യു ഒക്കെ പറഞ്ഞ് അവർ പറഞ്ഞു ഓക്കെ, നിങ്ങളുടെ മകളെയാണ് ഈ വർഷം ഞങ്ങളുടെ സ്കോളർഷിപ്പിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞങ്ങൾ മാഗി കാപ്ലൻ ഫൗണ്ടേഷൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പം ഞാൻ അതിനെപ്പറ്റി സത്യത്തിൽ അത് കേട്ടിട്ടില്ലായിരുന്നു. അവർ കാര്യങ്ങളെല്ലാം കുറച്ച് വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഏതോ ഒരു സ്കാമാണ്. കാരണം ഇങ്ങനെയൊന്നും സംഭവിക്കാൻ തക്കതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാനതിനകത്ത് കാണുന്നില്ല. എന്നാൽ ഇവിടെ ഒരുപാട് സ്കാമുകളുണ്ട്, ഒരുപാട് സ്കാമുകളുണ്ട്. IRS ഇങ്ങനെ. അപ്പം ഞാൻ വളരെ നിസ്സാരമായ രീതിയിൽ അവരോട് പറഞ്ഞു ഓക്കെ സെൻഡ് മീ ദ ഡോക്യുമെന്റ്സ് എന്നും പറഞ്ഞ് ഞാൻ ഫോൺ അങ്ങ് വെച്ചു. അതാണ് എൻ്റെ സത്യാവസ്ഥ. ഞാൻ ഒട്ടും ഗൗരവം കൊടുത്തില്ല ഇതിനകത്ത്. പിറ്റേ ദിവസം രാവിലെ ഓവർ ദ നൈറ്റ് ഫെഡറൽ എക്സ്പ്രസ്സിൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തില് ഞാനൊരു ഞെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന നില ഞെട്ടിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ ഒക്കുകയില്ല ആ സമയത്ത് ആ വികാരം എന്താണെന്നുള്ളത്. ഞാൻ ഉടനെ തന്നെ എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. ഞാൻ ഇവിടുത്തെ മുതിർന്ന തലമുറയിൽപ്പെട്ട പലരെയും വിളിച്ചു ഇതിനെപ്പറ്റി ഒന്നറിയാൻ, യൂണിവേഴ്സിറ്റിയെ കുറിച്ചൊക്കെ അല്ല ഈ സ്കോളർഷിപ്പ് ഈ ഫൗണ്ടേഷനെ പറ്റിയൊക്കെ അറിയാൻ. അവർക്ക് ആർക്കും യാതൊരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞങ്ങളുടെ വികാരിയച്ഛൻ ഏലി യൂണിവേഴ്സിറ്റിയിൽ അന്നേരം പഠിപ്പിക്കുന്നുണ്ട്, അവിടെ പഠിപ്പിക്കുകയും കൂടി ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛനെ പെട്ടെന്ന് വിളിച്ചു. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ എനിക്കൊന്ന് ഫാക്സ് ചെയ്തതാ. ഞാനിത് ഫാക്സ് ചെയ്ത് കൊടുത്തു. അച്ഛൻ പറഞ്ഞു ഞാനൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇത് പറയാവുന്നത്. അച്ഛൻ ഇതിനെപ്പറ്റി അച്ഛന് ഉണ്ടല്ലോ പിന്നെ വളരെ ഹൈ സ്കോളറായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ, നമ്മളെക്കാളും കൂടുതൽ ഒരുപാട് ഈ യൂണിവേഴ്സിറ്റി കാര്യങ്ങളിൽ ആക്സസ് ഉള്ള ആളാണ്. അച്ഛനെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ വായതാ ഇത് ലോട്ടോ അടിച്ചല്ലോ. ഞാൻ എന്നാ അച്ഛൻ ഇത് സംഭവം ശരിയാ. അതായത് എന്താണ് ഞാൻ മുമ്പേ പറഞ്ഞ കൃപാകടാക്ഷം എന്നുള്ളത് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ മകൾക്ക് ജീവിതകാലം പഠിക്കുന്നതിനുള്ള സ്കോളർഷിപ്പ് 100% സ്കോളർഷിപ്പാണ്, സൗജന്യം. അതായത് ഞാൻ പറഞ്ഞല്ലോ 40,000 എന്ത് വേണമെങ്കിലും പഠിക്കാം. $50,000 വരെ ഒരു വർഷം ചെലവുണ്ട്. ഒന്ന് കണക്കൂട്ടി നോക്ക്. ഒരു കുട്ടി കോളേജിൽ പോയി ഒന്ന് വരുമ്പോൾ എന്തുള്ള ചെലവ് നമ്മളതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ പോലും അതായത് അതിന്റെ പ്രത്യേകത അമേരിക്കയിൽ ഒരു വർഷം ഒരു കുട്ടിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ഈ സ്കോളർഷിപ്പ് ഒരേ ഒരു കുട്ടിക്ക്, ഈ ഫൗണ്ടേഷന്റെ. സാധാരണഗതിയിൽ ഇവിടുത്തെ സ്കോളർഷിപ്പുകളൊക്കെ നമുക്കറിയാം, വലിയ വലിയ സ്പോർട്സ് അങ്ങനെയൊക്കെയുള്ള വലിയ ആൾക്കാർ, അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. നമ്മളാരും ഇതിനകത്തുനിന്നും കിട്ടാൻ നമ്മൾ അർഹരുമല്ല, യോഗ്യരുമല്ല. ഏതായാലും കൊള്ളാം, സംഗതി കിട്ടിയെന്നുള്ളത് ഉറപ്പായി. മോള് ഇപ്പോൾ അവള് ആറിനാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ഇപ്പൊ മാസ്റ്റേഴ്സ് അതിന്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം ഈ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴും സ്കോളർഷിപ്പ് കിട്ടും, എല്ലാം ഉണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു പൈസയും എന്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടില്ല. വേറെയും പല സ്കോളർഷിപ്പുകൾ കിട്ടി. എല്ലാം കൂടെ അവർക്ക് ഒരു നല്ല തുക അവർക്ക് മിച്ചമുണ്ട്. അതാ ബാങ്കിൽ നല്ലൊരു തുക അവർക്ക് മിച്ചമുണ്ട്.
ഏതായാലും പിറ്റേ ഞായറാഴ്ച പള്ളിയിൽ വലിയ അനുമോദന യോഗം റീസെറ്റിന്റെ നേതൃത്വത്തിൽ നടത്തി. അപ്പോഴാണ് അച്ഛൻ പറയുന്നത് ഒരു വാചകം, പള്ളിക്ക് പണം ആവശ്യം വന്നപ്പോൾ ആഷ്ലി ജീവിതത്തിൽ അവള് സ്വന്തമായിട്ട് സമ്പാദിച്ചത് സ്വരുക്കൂട്ടി വെച്ചത് മുഴുവൻ എടുത്ത് പള്ളിക്ക് കൊടുത്തു, ഒന്നും ചിന്തിക്കാതെ. 10 വയസ്സല്ല ഉള്ളു അന്ന്. ഇന്ന് ആഷ്ലിക്ക് കോളേജിൽ പഠിക്കേണ്ട സമയമായപ്പോൾ അവൾ എന്തിനു വേണ്ടി കരുതി വെച്ചോ അതിന് 10 ഇരട്ടിയുമല്ല 100 ഇരട്ടിയുമല്ല, അതുപോലെ ഒരു അനുഗ്രഹമാണ് നമുക്കിത് കിട്ടിയത്. ദൈവത്തിന്റെ ഒരു വലിയൊരു കരുതൽ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ പറയാനൊക്കെ ഉള്ളൂ. കാരണം അതിനകത്തൊരു എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇതൊരു ഉത്തരവില്ലാത്ത ചോദ്യമാണ്. ഇങ്ങനെ ഒരു സ്കോളർഷിപ്പിന് ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം മോൾ അപ്ലൈ ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ കണ്ട് ബോധ്യപ്പെടുത്തി ഞാനാണത് മെയിൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് എന്താണെന്നുള്ള അറിയത്തില്ല, ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുമില്ല. ഇത് എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ ഇതെങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത്. സ്കൂളിൽ അന്വേഷിച്ചു, സ്കൂളിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടില്ല. അതാണ് ഇതിനകത്തെ ഒരു മിറക്കിൾ എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ദൈവനിയോഗം. തീർച്ചയായും അത് ഒരു സന്ദേശം തന്നെയാണ് നമുക്ക്. അതിൻ്റെ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ പള്ളിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ 10 മടങ്ങല്ല 100 മടങ്ങല്ല, അതിൻ്റെ അങ്ങേയറ്റം നമുക്ക് കർത്താവ് അറിഞ്ഞ് തന്നെ തരും. ഇതന്നെ ഒരു നല്ല ദൃക്സാക്ഷ്യമില്ലേ? ഇതൊരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ അജിത്തിനോട് പറഞ്ഞത്. അപ്പോൾ അജിത്തിനോട് അജിത്ത് ഇത് എന്നോട് പറയുമ്പം തന്നെ ഇത് അജിത്തിനറിയത്തില്ല ഇത് നമ്മളിത് ടെലികാസ്റ്റ് ചെയ്യുന്നൊന്നും. പക്ഷെ ഞാൻ അജിത്തിനോട് പറഞ്ഞു, അജിത്ത് ഇത് ഈ ഒരു സന്ദേശം നമ്മുടെ വിശ്വാസികൾക്ക് നൽകണം, നമ്മുടെ പൊതുസമൂഹത്തിന് നൽകണം. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു വഴുതുണ്ടെങ്കിൽ പള്ളിയുടെ കാര്യത്തിനൊക്കെ ചെന്ന് ചില ആളുകളോട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും കാര്യമൊക്കെ എല്ലാവരും അത്ര ഒന്നും പലപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ആരും സഹകരിക്കത്തില്ല, ചിലരൊക്കെ കേട്ട് അങ്ങ് പോവും, ചില ചെയ്യുന്നവരും ഉണ്ട്, ചെയ്യാത്തവരും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഞാൻ ഇന്നലെ ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ അതിശയവും, ഞാൻ ഇന്നലെ അതിനുശേഷമൊക്കെ നമ്മൾ പിരിഞ്ഞതിന് ശേഷം ഞാൻ ഒത്തിരി ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. അത് ശരിയാണല്ലോ, കർത്താവ് നൽകിയ ഏറ്റവും വലിയൊരു കരുതലാണല്ലോ ഇത് ആ കുഞ്ഞിന്. എനിക്ക് തന്നെ അറിയാം, നമ്മുടെ മദ്രാസ് സെക്രട്ടറി അച്ഛനോടുണ്ട്, അന്നത്തെ ഞങ്ങളുടെ ഇടവകയിലുള്ള സാക്ഷികളായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. തന്നെയല്ല, നിങ്ങൾ വട്ടശ്ശേരിയിൽ കുടുംബമാണ്, വട്ടശ്ശേരി തിരുമേനിയുടെ പിൻതലമുറയാണ്. അപ്പോൾ ആ കുഞ്ഞിന് കിട്ടിയ ആ ഒരു ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ കരുതൽ ഒരു വലിയ കാര്യം തന്നെയാണ്. അത് ആ കുഞ്ഞിന് മാത്രമല്ല, ഇത് ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യണം. ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് അത് ആ മോള് അവൾ വളരെ ആഗ്രഹിച്ച് അവളുടെ ജീവിതത്തിൽ, ഇപ്പം നമുക്കറിയാം, നമുക്ക് കുഞ്ഞുനാളിലൊക്കെ നമുക്കൊരു പാവ കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ടോയ് ഒന്നും നമുക്ക് കിട്ടിയാൽ നമ്മളത് വേറെ കൊടുക്കത്തില്ല. നമ്മളത് കൈ പിടിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് അത് നമ്മൾ വേറെ കൊടുക്കില്ല. പക്ഷെ ആ കുഞ്ഞിന് അത് അവള് സ്വരൂപിച്ചു വെച്ചിരുന്ന, അവള് നിധി പോലെ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ആ വഞ്ചി, ആ പൈസ, അത് ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ അവൾക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ, അവൾക്ക് കൊച്ചു പ്രായമല്ലേ, 10 വയസ്സല്ലേ ഉള്ളു. അപ്പോൾ അവൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ളൊരു ഇതില്ല. അവൾ അന്നേരം പള്ളിക്ക് പൈസ ആവശ്യം വന്നപ്പോൾ അത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ അനുഭവമാണ്. അത് ഇത്രയും തുക അവള് സുരുകൂട്ടി വെച്ചിരുന്ന പൈസ മുഴുവൻ, എനിക്ക് എത്ര തുക ഉണ്ടെന്ന് അവൾക്കും അറിയത്തില്ല, ഇത് അവളുടെ പിതാവിന് അറിയത്തില്ല, അവളുടെ മാതാവിന് അറിയത്തില്ല, അവളുടെ വീട്ടിൽ ആർക്കും അറിയത്തില്ല. അവള് സ്വരുകൂട്ടി വെച്ചിരുന്ന ആ മോള് വെച്ചിരുന്ന അവളുടെ
നിധി പോലെ അവൾ കാത്തു സൂക്ഷിച്ചിരുന്ന അവൾക്ക് എന്തിനാണ് അവൾക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ചെലവാക്കാനുള്ള പൈസ, അവൾക്ക് പഠിക്കാൻ വേണ്ടി അവൾ വെച്ചിരുന്ന പൈസ, അവിടെയാണ് ഇത് കാണേണ്ടത്. കാര്യം അത് അവൾ കൊടുത്തു. പക്ഷെ അവളുടെ പഠനത്തിന് മുഴുവൻ ചെലവുകളും കർത്താവ് അവൾക്ക് കൊടുത്തു. അത്ഭുതം തന്നെയാണ് അല്ലേ? ഇതാണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മള് പള്ളിക്കാര് ഇത് ഓപ്പൺ ചെയ്ത് എണ്ണിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കാണ് നമ്മളോട് പറയുന്നത് ഇത് ഇത്രയും കാശുണ്ടെന്നുള്ളു. എല്ലാവർക്കും അല്പം ഇത്രയും കാശ് ഇതിനകത്തുണ്ടായിരുന്നു. അത് തന്നെയല്ല ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ ഒരു പുതിയ വേറൊരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിന്റെ ആ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന് അഡ്വാൻസ് ആയിട്ട് അവളുടെ ആദ്യത്തെ ശമ്പളം മുഴുവൻ അവള് ഞങ്ങളുടെ എബിയച്ചനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതെ, നമ്മൾ കൊടുക്കുക. നമ്മൾ കർത്താവിന് വേണ്ടി മാറ്റിവെക്കാവുന്ന, കർത്താവിന് വേണ്ടി ചെയ്യാവുന്ന, നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് കർത്താവ് നൂറുമേനി നമുക്കത് തിരിച്ചു തരും. അതിനൊരു തെളിവാണ്, അതിനൊരു സാക്ഷ്യമാണിത്. അജിത്ത് ഭദ്രാസനത്തിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് മുന്നിൽ നിന്ന് നമ്മുടെ സഭയിൽ അജിത്തിനെക്കുറിച്ച് ഇവിടെ ആരോട് ചോദിച്ചാലും അതിനെക്കുറിച്ച് അറിയാം. അജിത്ത് എല്ലാത്തിനും മുന്നിൽ നിന്ന് സഭയായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ തിരക്കിനിടയിലും അജിത്തിൻ്റെ ഈ സാക്ഷ്യം ഇത് പ്രേക്ഷകർക്ക് എത്തിക്കാൻ, പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇത് ആ ഒരു സന്ദേശം എത്തിക്കാൻ കാണിച്ച ഒരു മനസ്സിന് നമ്മൾ നന്ദി കേൾക്കണം. താങ്ക് യു.